ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, സ്ഥിര പരിശ്രമത്തെ നിങ്ങൾക്ക് ഒരു ആത്മമിത്രമായി കൂടെ കൂട്ടാൻ കഴിയുമോ? ജീവിതാനുഭവങ്ങളെ വിവേകിയായ ഒരു ഉപദേശിയായി കൂടെ കൂട്ടാൻ കഴിയുമോ? എങ്കിൽ നിങ്ങളുടെ വിജയയാത്ര സുഗമമായിരിക്കും. അതുകൊണ്ട് സ്ഥിര പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. സ്ഥിരമായ പരിശ്രമം ഉണ്ടാകട്ടെ. ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നേറാൻ നിങ്ങൾ കഴിയട്ടെ. ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിലേക്ക്. നമ്മൾ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? 2 വീഡിയോ ക്ലാസ്സുകളിലൂടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കുറേ പ്രധാനമന്ത്രിമാർ. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും അല്ലേ? ഒരു 10-15 പ്രധാനമന്ത്രിമാരിരിക്കുന്ന കണ്ടോ? ഇവരുടെ ആ പ്രൊഫൈൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. 1 by 1 ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ കുറേ പേരെക്കുറിച്ച് പഠിക്കാം. തുടങ്ങാം നമുക്ക്. അപ്പോൾ ആരംഭിക്കാം. പതിവ് പോലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏരിയയിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം, വി ആർ ലിറ്റിൽ മാൻ സെർവിങ് ഗ്രേറ്റ് കോസസ്, ബട്ട് ബിക്കോസ് ദി കോസ് ഈസ് ഗ്രേറ്റ്, സംതിങ് ഓഫ് ദാറ്റ് ഗ്രേറ്റ്നെസ് ഫോൾസ് അപ്പോൺ us also. This is quote of മഹാത്മാഗാന്ധി, അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ. ചില കോട്ടിങ്സ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി പോകണം. ഇത് വരുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ശാന്തിവനമാണോ, ശക്തിസ്ഥലാണോ, നാരായൺ ഘട്ടാണോ, ഏകതാസ്ഥൽ ആണോ? ഏതാണെന്ന് ഓർമ്മ വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അതുപോലെ ഹു വാസ് ദി ലോങ്ങസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലം പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചതാര്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. എല്ലാം ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് ഇതിനൊരു സെഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. MCQയും PYQയും ഡിസ്കസ് ചെയ്യുന്ന സെഷനിൽ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഡീറ്റെയിൽഡ് പ്രൊഫൈൽസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഓരോ പ്രൈം മിനിസ്റ്റർമാരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോയത്. ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് നിങ്ങൾക്കറിയാം. 1947 to 1964 വരെ. 47 to 1964. 46-ലും അദ്ദേഹം ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെയും തലവനായിരുന്നു. അത് വേറെ കാര്യം. ഇവിടെ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിൽ 47 മുതൽ 64 വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തെക്കുറിച്ചുള്ള പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോയിന്റുകളാണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഓൾസോ ലോങ്ങസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ. ഇവിടെ ചോദിക്കാൻ സാധ്യത ലോങ്ങസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്ററായി പ്രവർത്തിച്ചത് ആര്? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ജവഹർലാൽ നെഹ്റു. അതുപോലെ ഓർക്കണം, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു ഡൈ ഇൻ ഓഫീസ്. അദ്ദേഹം പദവിയിലിരിക്കെ തന്നെ മരണപ്പെട്ടു പോയ ആദ്യ പ്രധാനമന്ത്രിയാണ്. പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ ആദ്യ പ്രധാനമന്ത്രി 1964 മെയ് മാസം 27-ാം തീയതി പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ മരണപ്പെട്ടു പോയ ആളാണ് അദ്ദേഹം. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. നിങ്ങൾക്കറിയാം, പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എക്സ് ഒഫിഷ്യോ ചെയർമാനാണ്. പ്രൈം മിനിസ്റ്ററേ ആകുള്ളൂ പ്ലാനിംഗ് കമ്മീഷൻ്റെ. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചു, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ എക്സ് ഒഫിഷ്യോ ചെയർമാനാണെന്ന് പറഞ്ഞു. അവിടെ പ്ലാനിംഗ് കമ്മീഷൻ എന്നല്ല നമ്മൾ നേരത്തെ പറഞ്ഞത്, നീതി ആയോഗ്. അതിപ്പോഴത്തെ പേര്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് അത് പ്ലാനിംഗ് കമ്മീഷനായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആദ്യ ചെയർമാൻ എന്നൊക്കെ പരീക്ഷ ചോദിച്ച ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോംഡ് ഇൻ
38. ഇവിടെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ഇതൊക്കെ അടിവരയിട്ട് പഠിക്കണം. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇൻ ഇന്ത്യ വാസ് ഫോംഡ് ഇൻ വിച്ച് ഇയർ എന്നൊക്കെ ചോദിക്കാം. 1938 നിലവിൽ വന്ന നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ വെൻ പഞ്ചായത്ത് രാജ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ഇൻ 1959. അവിടേക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകണം. പഞ്ചായത്ത് രാജ് ആക്റ്റ് അല്ല, ആക്ട് വരുന്നത് 73rd അമെൻമെൻറ്റ് ആക്ട് 1992 ആ ആക്ടിൻ്റെ കാര്യമല്ല പറയുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോൾ അല്ലെങ്കിൽ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഹി ഇനാഗുറേറ്റഡ് ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇൻ 1959 October 2 അറ്റ് നാഗൂർ ഡിസ്ട്രിക്റ്റ്, രാജസ്ഥാൻ. ഓർമ്മയുണ്ടോ? രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്, ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് 1962 ഇന്ത്യ ചൈന വാർ. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ഇതൊക്കെ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു അപ്പിയർ ഓൺ പോസ്റ്റൽ സ്റ്റാമ്പ് ആൻഡ് കറൻസി നോട്ട്. പോസ്റ്റൽ സ്റ്റാമ്പിലും കറൻസി നോട്ടിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാര്? പോസ്റ്റൽ സ്റ്റാമ്പിലും കറൻസി നോട്ടിലും ചിത്രം പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരുടേതായിരുന്നു? നമ്മുടെ ആദ്യ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു അപ്പിയർ ഓൺ പോസ്റ്റൽ സ്റ്റാമ്പ് ആൻഡ് കറൻസി നോട്ട്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു ഫേസ് നോൺ കോൺഫിഡൻസ് മോഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്താണ്? ടു ഫേസ് നോൺ കോൺഫിഡൻസ് മോഷൻ. നോൺ കോൺഫിഡൻസ് മോഷൻ അതായത് നമ്മുടെ അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വന്ന ആദ്യ ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഏത് വർഷമാണെന്ന് അറിയാമോ? 1963. അപ്പോഴൊരു ചോദ്യം വരും. The person who introduced the first non-confidence motion in the parliament. പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിച്ചത് ആര്? എഗൻസ്റ്റ് നെഹ്റു ഗവൺമെൻറ്. നെഹ്റു ഗവൺമെൻറ്റിനെതിരെ 1963 ആദ്യമായിട്ടൊരു നോൺ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. ആരാണ്? അത് JB കൃപലാനിയാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതൊക്കെ അല്ലേ? JB കൃപലാനി ഒന്ന് ഓർത്തോളണേ. അപ്പോൾ എന്താണ് JB കൃപലാനി? ശ്രദ്ധിക്കണേ. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിച്ച ആരെന്ന് വെച്ചാൽ JB കൃപലാനി എന്നാണ് 1963. ആ ചോദ്യം കൂടെ ഇവിടെ പഠിച്ചോളുക. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ ഫേസ് ചെയ്യേണ്ടി വന്ന, പരാജയപ്പെട്ടിട്ടില്ല കേട്ടോ. ആ പ്രമേയം പരാജയപ്പെട്ടതാണ്, അല്ലാതെ ആ പ്രമേയം വിജയിച്ച് ഇദ്ദേഹം പരാജയപ്പെട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പരാജയപ്പെട്ടില്ല. ആ മന്ത്രിസഭ തുടർന്നു. നോൺ കോൺഫിഡൻസ് മോഷൻ പരാജയപ്പെട്ടു എങ്കിൽ ആ ചോദ്യം ചരിത്രത്തിൻ്റെ ഭാഗമായ ചോദ്യമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായിട്ടൊരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ JB കൃപലാനിയാണ്. ആ JB കൃപലാനി 1963 അത് ഓർമ്മിച്ചു വെച്ചോളൂ. അപ്പോൾ നോൺ കോൺഫിഡൻസ് മോഷൻ നേരിടേണ്ടി വന്ന ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത നോക്കൂ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു അഡ്രസ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു ആണ്. നോക്കൂ. റോട്ട് ആർട്ടിക്കിൾസ് അണ്ടർ പെൻ നെയിം ചാണക്യ. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് പലപ്പോഴും. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്ന അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ആദ്യകാലങ്ങളിലൊക്കെ എന്തെങ്കിലും പബ്ലിക്കേഷനിലൊക്കെ എന്തെങ്കിലും എഴുതി പബ്ലിഷ് ചെയ്യുന്നത് ചാണക്യ എന്ന പേരിലാണ്, ജവഹർലാൽ നെഹ്റു എന്നല്ല. അപ്പം ചാണക്യ എന്ന പേരിൽ തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. പഠിച്ചോളണേ. നോക്കൂ. ഇനാഗുറേറ്റഡ് കേരള ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ 1951. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. 1951 കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഇനാഗുറേറ്റ് ചെയ്തതും ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ
ജവഹർലാൽ നെഹ്റുവാണ്. വെരി ഇമ്പോർട്ടൻ്റ്. അടുത്തത് ലോഞ്ച് ദി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, CDP എന്ന് പറയും. 1952 CDP, റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പ്രധാന പദ്ധതിയാണ് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇത് ഒരുപാട് തവണ ഇതിന് ഇയർ ചോദിച്ചിട്ടുണ്ട്. CDP was introduced in which year? Community Development Program was introduced in India in which year? 1952. 1952 ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നടപ്പാക്കുന്നത്. ആ സമയം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു, മറക്കരുത്. ഇൻ 1954 സൈൻഡ് പഞ്ചശീല എഗ്രിമെൻറ്റ്, പഞ്ചശീല തത്വങ്ങൾ വിത്ത് ചൈനീസ് പ്രൈം മിനിസ്റ്റർ ചൗ ഇൻ ലോ. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ ഇൻ ലോയുമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. 5 പ്രധാനപ്പെട്ട ശീലങ്ങൾ 2 രാജ്യങ്ങളും പാലിക്കണം, പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇതേപോലെ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് 5 പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് 1954 പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റുവാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ November 14 നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സെലിബ്രേറ്റഡ് ആസ് നാഷണൽ ചിൽഡ്രൻസ് ഡേ, ദേശീയ ശിശുദിനമായി ആചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഇനി അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായ പ്രിയാമ്പിളിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ. ആ ഡേറ്റുകളൊക്കെ നമ്മൾ പഠിച്ചാണ്, അതുകൂടെ ഓർത്ത് വയ്ക്കണം. 1946 December 13 ഇദ്ദേഹം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 1947 January 22 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അംഗീകരിക്കുന്നു. അങ്ങനെ പ്രിയാമ്പിൾ ഉണ്ടാകുന്നു. അപ്പോൾ പ്രിയാമ്പിളിൻ്റെ ആർക്കിടെക്റ്റ് ആരാണ്? ഇദ്ദേഹം ജവഹർലാൽ നെഹ്റു. ദെൻ ഹീ ഈസ് ആൾസോ നോൺ ആസ് ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ ശില്പി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? അപ്പോൾ ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ, ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ, ഇതൊക്കെ ആരാണ്? ജവഹർലാൽ നെഹ്റു. അതുപോലെ ഹി ഗോട്ട് ഭാരതരത്ന അവാർഡ് ഇൻ 1955. 1955 ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ? 64 ഇദ്ദേഹം മരിക്കുന്നത്. 55 തന്നെ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ സിവിലിയൻ അവാർഡായ ഭാരതരത്നം ലഭിക്കുന്നു. ആർക്ക്? ജവഹർലാൽ നെഹ്റു. നോക്കൂ, ഡിസ്ക്രൈബ്ഡ് ബൈ മഹാത്മാഗാന്ധി as his political successor. നോക്കൂ, തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി ജവഹർലാൽ നെഹ്റു കണ്ടത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജവഹർലാൽ നെഹ്റു. ഇപ്പം ജവഹർലാൽ നെഹ്റുവിനെയാണ് മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി കണ്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കാം ആ ചോദ്യങ്ങളൊക്കെ. നോക്കൂ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇൻ്ററിം ഗവൺമെൻറ് ഫോംഡ് ഓൺ 2 September 1946. 1946 ഒരു ഇടക്കാല ഗവൺമെൻറ് വന്നപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നതും ജവഹർലാൽ നെഹ്റുവാണ്. ക്ലിയർ അല്ലേ? നോക്കൂ, വൺ ഓഫ് ദി പ്രിൻസിപ്പൽ ആർക്കിടെക്ട്സ് ഓഫ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാം ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ശില്പി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഒരുപാട് ചോദ്യങ്ങളായ സിമ്പിളായിട്ട് നമുക്ക് തോന്നും, കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതായതുകൊണ്ട് നമ്മൾ വേഗം പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് പേഴ്സൺ യൂസ്ഡ് ദി ടേം പഞ്ചായത്തി രാജ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. നോക്കൂ, ഹി ഡിസ്ക്രൈബ്ഡ് മണിപ്പൂർ ആസ് ജുവൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആഭരണം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത്, ഇന്ത്യയുടെ ആഭരണമാണ് മണിപ്പൂർ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. മണിപ്പൂരിൽ ഇപ്പം നടക്കുന്ന സംഘടനകൾ ഒക്കെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് വിഷമിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം മണിപ്പൂരിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ജുവൽ ഓഫ് ഇന്ത്യ എന്നാണ്. നോക്കൂ, ഹി ഡിസ്ക്രൈബ്ഡ് ഇന്ത്യാസ് ഡാംസ് ആസ് ടെമ്പിൾ ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ
ക്ഷേത്രങ്ങളാണ്, ദേവാലയങ്ങളാണ്, ഡാമുകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഡാംസുകൾ, ഇന്ത്യയിലെ ഡാമുകൾ, അണക്കെട്ടുകളെ അദ്ദേഹം എന്താ വിളിച്ചത്? ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ഫസ്റ്റ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി 1966 സിനോ ഇന്ത്യൻ വാർ. സിനോ ഇന്ത്യൻ വാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ-ചൈന യുദ്ധകാലത്ത് 1962 ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ എമർജൻസി സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ നോക്കൂ. ഡിസ്കവറി ഓഫ് ഇന്ത്യ കണ്ടെത്തൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ഒരു അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻ ഓട്ടോബയോഗ്രഫി ടുവേഴ്സ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന ഓട്ടോബയോഗ്രഫി, ഇതെല്ലാം എഴുതിയത് ഇദ്ദേഹമാണ്. ഇപ്പോൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ആൻ ഓട്ടോബയോഗ്രഫി ടുവേഴ്സ് ഫ്രീഡം. ഇത് ഏത് ബുക്ക് വേണോ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒന്ന് പഠിച്ചു വെച്ചോളുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യുഗം അവസാനിക്കുന്നു. 64 അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞു, പ്രധാനമന്ത്രിയായിരിക്കെ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അപ്രതീക്ഷിതമായാണല്ലോ അദ്ദേഹത്തിൻ്റെ വിയോഗം. അപ്പോഴൊരാൾ വരികയാണ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട്. തെറ്റിപ്പോകരുത്, ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററാണ്, അല്ലാതെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അല്ല, ഉപപ്രധാനമന്ത്രി അല്ല. രണ്ടും രണ്ടാണ്. ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയിൽ അങ്ങനെ ഒരാൾ മാത്രമേ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളൂ 2 തവണ. ആ ആളിൻ്റെ പേരാണ് ഗുൽസാരിലാൽ നന്ദ. The only acting Prime Minister of India served twice in 1964 after Nehru's death and in 1966 after Shastri's death. ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടപ്പോൾ പെട്ടെന്ന് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് ഗുൽസാരിലാൽ നന്ദ വന്നു. അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹവും പദവിയിലിരിക്കെ മരണപ്പെട്ടു. അപ്പോൾ വീണ്ടും ഗുൽസാരിലാൽ നന്ദ ഒന്നുകൂടി ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട് മാറി. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. നോക്കൂ, പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്ന വ്യക്തിയാണ്. ഇതൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. മറക്കരുത്. ചെയർമാൻ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രൈം മിനിസ്റ്ററിനെ ചെയർമാനാകാൻ പറ്റുള്ളൂ. ദെൻ അവാർഡഡ് ഭാരതരത്ന ഇൻ 1997. 1997 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത്. 98 അദ്ദേഹം മരണപ്പെടുകയാണ്. മരിക്കുന്നതിന് മുമ്പ് തന്നെ, ഒരു വർഷത്തിന് മുമ്പ്. 1997 ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത അവാർഡായ ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഇനി നോക്കൂ, ലാൽ ബഹദൂർ ശാസ്ത്രി രണ്ടാമത്തെ, ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ എന്ന് പറയാം, പക്ഷേ മൂന്ന് ആളുടെ എണ്ണം പറഞ്ഞാൽ മൂന്നാമത്തെ. നിങ്ങൾ ഈ എണ്ണമൊന്നും കണക്കാക്കി കൺഫ്യൂസ്ഡ് ആകണ്ട. അടുത്ത പ്രൈം മിനിസ്റ്റർ എന്ന് ഓർമ്മിച്ചാൽ മതി. ഇന്ന ആൾ എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ എന്നിങ്ങനെയൊന്നും ചോദിക്കില്ല. അതുകൊണ്ട് ആ എണ്ണമൊക്കെ പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട. ഇങ്ങനെയൊന്നും ഓർമ്മിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രി 64 മുതൽ 66 വരെ 2 വർഷക്കാലമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കൂ, സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നോൺ ആസ് മാൻ ഓഫ് പീസ്. പരീക്ഷയ്ക്ക് ചോദിക്കും. മാൻ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മാൻ ഓഫ് പീസ്. ഓൺലി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു ഡൈ അബ്രോഡ്. വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു പ്രധാനമന്ത്രിയാണ് ഇൻ താഷ്കൻഡ്. നിങ്ങൾക്കറിയാം, 1966 ജാനുവരി 10 താഷ്കൻഡ് കരാർ ഒപ്പുവയ്ക്കുന്നത്. പിറ്റേ ദിവസം 1966 ജാനുവരി 11 താഷ്കൻഡിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പം വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. നോക്കൂ, കോയിൻഡ് ദി ഫേമസ് സ്ലോഗൻ ജയ് ജവാൻ ജയ് കിസാൻ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്ത് നോക്കൂ, ഫസ്റ്റ് പേഴ്സൺ അവാർഡഡ് ദി ഭാരതരത്ന പോസ്റ്റുമസ്ലി എന്ന് പറഞ്ഞാൽ മരണാനന്തരം ഭാരതരത്നം അവാർഡ് ലഭിച്ചത് ഇദ്ദേഹത്തിനാണ്. 1966 മരിക്കുന്നത്. പക്ഷേ മരണത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ ഭാരതരത്നം ലഭിക്കുന്നത്. ഇന്ത്യൻ ലീഡർ അതർ ദാൻ ഗാന്ധിജി ബോൺ ഓൺ
ഒക്ടോബർ 2 ഗാന്ധിജിക്ക് പുറമെ ഇന്ത്യയിൽ ഒക്ടോബർ 2 ജനിച്ച പൊളിറ്റിക്കൽ ലീഡർ ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയല്ലേ ഒക്ടോബർ 2 ജനിച്ചത്, ഗാന്ധി ജയന്തി. അപ്പം ഗാന്ധിജിക്ക് പുറമെ ഒക്ടോബർ 2 ജന്മദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമായിട്ടാണ്? അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഒക്ടോബർ 2 തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും ജന്മദിനം. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് 1965 ഇന്ത്യ ചൈന വാർ. 1965 ഇന്ത്യ പാകിസ്ഥാൻ വാർ, ചൈനയല്ല, ഇന്ത്യ പാകിസ്ഥാൻ വാർ. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ഇദ്ദേഹമാണ്. നോക്കൂ, ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബോൺ ഇൻ ദി 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിൽ ജനിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹവും ലാൽ ബഹദൂർ ശാസ്ത്രി തന്നെയാണ്. ഓൺ 10th January 1966 സൈൻഡ് താഷ്കൻഡ് എഗ്രിമെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു പാകിസ്ഥാനുമായിട്ടാണ് അദ്ദേഹം, പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമായിട്ടാണ്. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കരാറാണെങ്കിലും, പക്ഷേ ഇത് ഒപ്പുവയ്ക്കുന്നത് റഷ്യയിലെ താഷ്കൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. മധ്യസ്ഥം വഹിച്ചത് റഷ്യയാണ്. അപ്പം താഷ്കൻഡ് വെച്ചാണ് ഈ കരാർ ഒപ്പുവയ്ക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചതെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാൻ. പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുമാണ് 1966 ജാനുവരി 10 താഷ്കൻഡിൽ വെച്ച് താഷ്കൻഡ് കരാർ ഒപ്പുവയ്ക്കുന്നത്. ദി താഷ്കൻഡ് എഗ്രിമെൻറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ആസ്, ഇനി ഇതിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമുണ്ട്, താഷ്കൻഡ് കരാറിനെ വിശേഷിപ്പിക്കുന്നത് ദി ലാസ്റ്റ് വിക്ടറി ഓഫ് എ സ്മോൾ കിഡ്, ഒരു ചെറിയ കുട്ടിയുടെ അവസാന വിജയം എന്നാണ് താഷ്കൻഡ് കരാറിനെ വിശേഷിപ്പിക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ സറ്റ് വാരാണസി. പരീക്ഷയ്ക്ക് ചോദിക്കും എവിടെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാരാണസി എന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ? അത്രയായി കഴിഞ്ഞു. നെക്സ്റ്റ് ഇന്ദിരാഗാന്ധിയിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഒരു പ്രൊഫൈലാണിത്, മറക്കരുത്. 1966 മുതൽ 1977, അത് വല്ലാത്തൊരു ഘട്ടമായിരുന്നു. 77 അമ്പയെ തകർന്ന് തരിപ്പണമായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. പിന്നീട് ഒരു തിരിച്ചു വരവ് വന്നു 80 മുതൽ 84 മരണം വരെ പിന്നെ പ്രധാനമന്ത്രിയായി ഉണ്ടായിരുന്നു. നോക്കൂ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, സെക്കൻഡ് വുമൺ പ്രൈം മിനിസ്റ്റർ ഇൻ ദി വേൾഡ്. ഇന്ത്യയിലെ 1ാമത്തെ വനിതാ പ്രധാനമന്ത്രിയും ലോകത്തിലെ 2ാമത്തെ വനിതാ പ്രധാനമന്ത്രിയും അല്ലേ? ലോകത്തിലെ തന്നെ 2ാമത്തെ വനിതാ പ്രധാനമന്ത്രി. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? സിരിമാവോ ഭണ്ഡാരനായികെ. ലോകത്തിലെ എവിടെ? ശ്രീലങ്ക. നമ്മൾ പഠിച്ചതാണ്. നോക്കൂ, ദി ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം പ്രൈം മിനിസ്റ്റർ വൈൽ എ മെമ്പർ ഓഫ് രാജ്യസഭാ അംഗമായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായ ആദ്യ രാജ്യസഭാ അംഗമാര്? ഇന്ദിരാഗാന്ധിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, രാജ്യസഭാ അംഗത്തിനും പ്രധാനമന്ത്രിയാകാം. അങ്ങനെ രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രി ആളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ രാജ്യസഭാ അംഗം ഇന്ദിരാഗാന്ധി. നോക്കൂ, carried out bank nationalization in 1969 and 1980. നിങ്ങൾക്കറിയാം, 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും നാഷണലൈസ് ചെയ്തുകൊണ്ട് വലിയ വിപ്ലവം സൃഷ്ടിച്ചതാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണം 1969 ഒന്നാം ഘട്ടം, 1980 2ാം ഘട്ടം, അങ്ങനെ ആദ്യം 14 ബാങ്കുകളും പിന്നീട് 6 ബാങ്കുകളും നാഷണലൈസേഷന് വിധേയമാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഇനി അതുപോലെ അബോളിഷൻ ദി പ്രിവി പേഴ്സ് സമ്പ്രദായം 1971 ഏത് അമെൻമെൻറ്റിലൂടെയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 26th അമെൻമെൻറ്റ് ആക്ട് 1971. 1971 26ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് സമ്പ്രദായം അവസാനിപ്പിച്ചത്. എന്താ ഈ പ്രിവി പേഴ്സ് സമ്പ്രദായം? നാട്ടുരാജാക്കന്മാർക്ക് കുറച്ച് കാശും പദവികളും അവരെ ചില പ്രിവിലേജസും ഒക്കെ നൽകിക്കൊണ്ടിരുന്ന ഒരു രീതിയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാട്ടുരാജാക്കന്മാർക്ക് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഏർപ്പാടാണെന്ന് പറയാം. പണ്ട് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്ന നാട്ടുരാജാക്കന്മാരെ
പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വാഗ്ദാനങ്ങൾ കൊടുത്ത് അവർക്ക് കുറച്ച് തുക ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു സമ്പ്രദായം, പ്രിവി പേഴ്സ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 1971 26ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി ആ പ്രിവി പേഴ്സ് സമ്പ്രദായം അവസാനിപ്പിച്ചു. അപ്പം പ്രിവി പേഴ്സ് സമ്പ്രദായം അവസാനിപ്പിച്ച പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് എമർജൻസീസ് ഓഫ് 1971 ആൻഡ് 1975. 1971 ഇന്ത്യയിലെ രണ്ടാമത്തെ നാഷണൽ എമർജൻസി, 1971 ഇന്ത്യയിലെ മൂന്നാമത്തെ നാഷണൽ എമർജൻസിയും ഒന്നാമത്തെ നാഷണൽ ഇൻറ്റേർണൽ എമർജൻസിയും. 3 എമർജൻസി ആണല്ലോ, നാഷണൽ എമർജൻസി ആണല്ലോ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അതിൽ അവസാനത്തത് 1975 നാഷണൽ ഇൻറ്റേർണൽ എമർജൻസിയാണ്, ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ്. പക്ഷേ അവസാനത്തെ 2 അടിയന്തരാവസ്ഥ സമയത്തും പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഫേസ് ട്രയൽ ഇൻ കോർട്ട്. നോക്കൂ, കോടതിയിൽ വിചാരണ നേരിടേണ്ടി വന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആദ്യത്തെ സംഭവമാണ് കോടതിയിൽ നേരിട്ട് വിചാരണ ഹാജരാകേണ്ടി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഫസ്റ്റ് വുമൺ ടു റിസീവ് ഭാരതരത്ന ഇൻ 1971. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാരതരത്ന അവാർഡ് നേടിയ വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഫസ്റ്റ് വുമൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. നോക്കൂ, ഫസ്റ്റ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ വനിതയാണ് ആര്? ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ധനകാര്യ വകുപ്പും അവരാണ് കൈകാര്യം ചെയ്തതെന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ. തീർച്ചയായിട്ടും പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു നെഹ്റു, പിന്നെ ശാസ്ത്രി ആയപ്പോൾ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധി. അപ്പോൾ ആദ്യം ഒരു വനിത വരികയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് ഒരു വനിതാ ചെയർപേഴ്സൺ ഉണ്ടായത് ഇന്ദിരാഗാന്ധിയാണ്. കോയിൻഡ് സ്ലോഗൻ ഗരീബി ഘട്ടാവോ. നിങ്ങൾക്കറിയാം, ഗരീബി ഘട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എക്സ്പെൽഡ് ഫ്രം പാർലമെൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ആര്? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്നാരായണനോട് ചിക്മംഗളൂരിൽ വളരെ മാർജിനിൽ പരാജയപ്പെട്ടു പോയി ഇന്ദിരാഗാന്ധി. വലിയ പരാജയമായിരുന്നു അത്. അപ്പം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ദി ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ്. 71 ബംഗ്ലാദേശ് രൂപീകൃതമായപ്പോൾ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. നോക്കൂ, ഓതറൈസ്ഡ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 അറ്റ് ദി ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ. പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ സിഖ് ഭീകരർ തമ്പടിച്ചപ്പോൾ ആരുടെ നേതൃത്വത്തിൽ? ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ ഖാലിസ്ഥാൻവാദികൾ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗോൾഡൻ ടെമ്പിൾ സുവർണ ക്ഷേത്രത്തിൽ പതിയിരുന്നു കൊണ്ട് അവിടെയാണ് അവരുടെ താവളമായി കണ്ടുകൊണ്ട് രാജ്യത്തെ വിഘടന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ സധൈര്യം, ക്ഷേത്രമെങ്കിൽ ക്ഷേത്രം, അവിടെ കയറി നിരത്തിക്കൊള്ളാനായിട്ട് പട്ടാളത്തിന് നിർദ്ദേശം നൽകി. അന്ന് ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു പ്രസിഡൻ്റ് ആയിരുന്നത്. അങ്ങനെ അദ്ദേഹവും ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ നമ്മുടെ സൈന്യം ഇവിടെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് കടന്നു ചെല്ലുകയും ഭിന്ദ്രൻവാല ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ അമർച്ച ചെയ്യുകയും അങ്ങനെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. വലിയൊരു സംഭവമായിരുന്നു. പക്ഷെ വലിയ വില കൊടുക്കേണ്ടി വന്നു ഇന്ദിരാഗാന്ധിക്ക്. വലിയ വില എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ സിഖുകാരുടെ അതിക്രൂരമായ ആക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സുവർണ ക്ഷേത്രത്തിലെ ഗോൾഡൻ ടെമ്പിളിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ആ സൈനിക നടപടി, സിഖ് ഭീകരരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി സ്വീകരിച്ച സൈനിക നടപടിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ഇന്ത്യാസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് പൊക്രാൻ 1. നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പരീക്ഷണം 1974 മെയ് 18 അതിനൊരു കോഡുണ്ട്, ടെക്നിക്കൽ കോഡുണ്ട്. സ്മൈലിംഗ് ബുദ്ധൻ ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആദ്യത്തെ
ന്യൂക്ലിയർ ടെസ്റ്റ് പൊക്രാനിൽ നടത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1974. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു ബി അസാസിനേറ്റഡ്, കൊല ചെയ്യപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. 31 ഒക്ടോബർ 1984 1984 ഒക്ടോബർ 31 അവർ കൊല ചെയ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവരെ സത്വന്ത് സിംഗ്, ബിയാൻ സിംഗ് എന്നൊക്കെ പറയുന്ന അവരുടെ അംഗരക്ഷകരായ 2 സിഖ് ഭീകരരുടെ വെടിയേറ്റാണ് അവർ മരണപ്പെട്ടത്. ഈ സുവർണക്ഷേത്രത്തിൽ കയറി ആ സിഖ് ഭീകരന്മാരെ അമർച്ച ചെയ്തതിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. നോക്കാം. സ്റ്റാർട്ട് 20-point പ്രോഗ്രാം ഡ്യൂറിങ് 5th 5-year പ്ലാൻ. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 20 ദിന പരിപാടികൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, 20 ദിന പരിപാടികൾ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു വെച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗം. അത് ഇന്ത്യയിൽ നടപ്പിലാക്കി പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഡിഫീറ്റഡ് ഇൻ ജനറൽ ഇലക്ഷൻ, പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട, നേരത്തെ ഞാൻ പറഞ്ഞു, പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് പരാജയപ്പെട്ടതും ഇന്ദിരാഗാന്ധിയായിരുന്നു. നോക്കൂ, പരാജയപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. 71 ഇലക്ഷൻ കേസ്, രാജ്നാരായണൻ വേഴ്സസ് ഇന്ദിരാഗാന്ധി. ദി അലഹബാദ് ഹൈക്കോർട്ട് ഫൗണ്ടഡ് ഹെർ ഗിൽറ്റി ഓഫ് using government machinery, declared her election void and disqualified her for 6 years. അതായത് നമ്മുടെ ഇന്ദിരാഗാന്ധി എന്താണ്, അഹമ്മദാബാദ് ഹൈക്കോർട്ടാണ് ഇവരെ കുറ്റവാളിയായി കണ്ടത്. അതായത് നമ്മുടെ ഗവൺമെൻറ് മെഷീനറിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അയോഗ്യയാക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതുപോലെ തന്നെ പിന്നെ പാർലമെൻറ്റിൽ മത്സരിച്ചും പരാജയപ്പെട്ടു. ആ 2 കാര്യങ്ങൾ ഓർമ്മിച്ചു കൊടുക്കുക. ഒക്ടോബർ, ഈ 2 ഡേറ്റുകളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. നവംബർ 19 ബർത്ത്ഡേ ആണ്. നവംബർ 19 ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ നാഷണൽ ഇൻ്റഗ്രേഷൻ ഡേ, ദേശീയോദ്ഗ്രഥന ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 ദേശീയോദ്ഗ്രഥ ദിനമായി ആചരിക്കുന്നു. പക്ഷേ അവരുടെ ചരമദിനം, അസാസിനേഷൻ ഡേ, നാഷണൽ റീഡെഡിക്കേഷൻ ഡേ, ദേശീയ പുനരർപ്പണ ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഈ ഒക്ടോബർ 31 വേറൊരു പ്രധാന ഡേറ്റും കൂടെയാണ്, വേറൊരാളുടെ ജന്മദിനം കൂടിയാണ്. ആരുടെ? നമ്മുടെ അയൺമാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബിസ്മാർക്ക്, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന സർദാർ പട്ടേലിൻ്റെ ജന്മദിനമാണ്. ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ ഡേ ആണ് സർദാർ പട്ടേലിൻ്റെ ജന്മദിനം, ഒക്ടോബർ 31. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ട് നമ്മൾ നാഷണൽ യൂണിറ്റി ഡേ, റീയൂണിയൻ ഡേ എന്നൊക്കെ പറയും അല്ലേ, ദേശീയ എന്താണ് പറയുക, ഏകതാ ദിനമായിട്ടും ആ ദിവസം ആചരിക്കുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം എന്നുള്ള നിലയിൽ നമ്മൾ ആചരിക്കുന്നത് നാഷണൽ റീഡെഡിക്കേഷൻ ഡേ, ദേശീയ പുനർഅർപ്പണ ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. ഓർമ്മിച്ചോളുക. കോൾഡ് ഇന്ദിരാ പ്രിയദർശിനി ബൈ രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ഇന്ദിരാഗാന്ധിയെ വിളിച്ചത് ഇന്ദിരാ പ്രിയദർശിനി. 1999 BBC പോൾ വോട്ടഡ് ഗ്രേറ്റസ്റ്റ് വുമൺ. നോക്കൂ, ഗ്രേറ്റസ്റ്റ് വുമൺ, ഏറ്റവും എന്താ പറയുന്നത്, ശ്രേഷ്ഠയായ വനിത, ഗ്രേറ്റസ്റ്റ് വനിത എന്നുള്ള രീതിയിൽ ഒരു നൂറ്റാണ്ടിൻ്റെ ഗ്രേറ്റസ്റ്റ് വനിത എന്ന് BBC 1991 തിരഞ്ഞെടുത്തത് ഇന്ദിരാഗാന്ധിയാണ്. സെക്കൻഡ് ക്യൂൻ എലിസബത്ത് ആയിരുന്നു. തേർഡ് മദർ തെരേസയായിരുന്നു. ഓർമ്മിച്ചോളൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി ഇതൊക്കെ. നോക്കൂ, ഫൗണ്ടർ വാനർ സേന ടു സപ്പോർട്ട് ഫ്രീഡം സ്ട്രഗിൾ. നോക്കൂ, ഇന്ദിരാഗാന്ധിയാണ് വാനരസേന എന്ന് പറയുന്ന ഒരു സംഘത്തെ, 13ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം, കൊച്ചുകുട്ടിയായിരുന്ന സമയം കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി രൂപീകരിച്ച ഒരു കുട്ടികളുടെ എന്താ പറയുന്നത്, കുട്ടികളുടെ ഒരു ബ്രിഗേഡ് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് വാനരസേന, ചൈൽഡ് ബ്രിഗേഡ്. അത് രൂപീകരിച്ച ഇന്ദിരാഗാന്ധിയാണ്, ഓർത്തുകൊള്ളുക. പ്രസിഡന്റ് ഓഫ് INC ഇൻ 1959, 1959 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാന ബുക്കുകൾ നോക്കൂ, മൈ ട്രൂത്ത്, എറ്റേണൽ ഇന്ത്യ. ഇനി നോക്കൂ, 5ാമത്തെ ആൾ മൊറാർജി ദേശായി, 1977 to 1979. ഞാൻ പറഞ്ഞു 1977 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ
വൻ പരാജയം നേരിടേണ്ടി വന്നു. അപ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് മിനിസ്റ്ററിയായ ജനതാ പാർട്ടി വരുന്നത്. പക്ഷേ 2 വർഷം മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ പാർട്ടിക്കുള്ളിൽ അന്തഃഛിദ്രം കാരണം അതും നിലം പതിച്ചു. നോക്കാം നമുക്ക്. ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു ടേക്ക് ഓത്ത് ഓഫ് ഓഫീസ് അറ്റ് രാജ്ഘട്ട്. എല്ലാവരും പാർലമെൻറ്റിലും അവിടെ ഇവിടെയൊക്കെയല്ലേ പ്രധാന സ്ഥലങ്ങളിലുമൊക്കെയല്ലേ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്നാൽ രാജ്ഘട്ടിൽ വച്ച് എന്താണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായിയാണ്. ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ഹാവ് ബീൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഉപപ്രധാനമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? മൊറാർജി ദേശായി. ഇതിനു മുമ്പ് അദ്ദേഹം ഉപപ്രധാനമന്ത്രിയായിരുന്നു. ആരുടെ മന്ത്രിസഭയിൽ? ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ. പിന്നെ അവരുമായിട്ട് തെറ്റി റിസൈൻ ചെയ്തൊക്കെ പോയി, അത് വേറെ കഥ. എന്തായാലും ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ആ പ്രധാനമന്ത്രിയായ വ്യക്തി മൊറാർജി ദേശായിയാണ്. ലോങ്ങസ്റ്റ് സെർവിങ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ. ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഏറ്റവും കൂടുതൽ കാലം ധനകാര്യ മന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് മൊറാർജി ദേശായി. പ്രസൻറ്റഡ് ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് യൂണിയൻ ബഡ്ജറ്റ് 10 ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച 10 തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആ റെക്കോർഡ് നമ്മുടെ നിലവിലെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മലാ സീതാരാമന് തന്നെയാണ് ഉള്ളത്. 8 തവണ കഴിഞ്ഞു. അപ്പോൾ തുടർച്ചയായിട്ടാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് ശരിക്ക് ഇപ്പോഴും ആ റെക്കോർഡ് ആർക്ക് തന്നെയാണ്? മൊറാർജി ദേശായി ആണ്. ഓൾഡസ്റ്റ് പേഴ്സൺ ടു ബിക്കം പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പം പ്രായം കുറഞ്ഞ ആളാരാണ്? അത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ, മറക്കരുത്, അതുകൂടെ ഓർമ്മിച്ചോളൂ. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു റിസൈൻ ഫ്രം ഓഫീസ്. നോക്കൂ, ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു റിസൈൻ ഫ്രം ഓഫീസ്. പദവിയിലിരിക്കെ രാജിവെച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആദ്യത്തെ പ്രധാനമന്ത്രിയും ഇദ്ദേഹം തന്നെയാണ്, മൊറാർജി ദേശായി ആണ്. നോക്കൂ, റെഡ്യൂസ്ഡ് ലോക്സഭാ ടേം ബാക്ക് ടു 5 years. നിങ്ങൾക്കറിയാം, 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് 1976 42ാം ഭേദഗതിയിലൂടെ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 നിന്ന് 6 വർഷമായി ഉയർത്തി. അത് തിരിച്ചു കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 44ാം ഭേദഗതിയിലൂടെ 1978 ഇറ്റ് എന്താ പറയുന്നത്, റീസ്റ്റോർഡ്, പുനഃസ്ഥാപിച്ചു. 5 വർഷമായി പുനഃസ്ഥാപിച്ചു. 42ാം ഭേദഗതിയിലൂടെ ഇൻക്രീസ് ചെയ്തത് ശരിക്കും 44ാം ഭേദഗതിയിലൂടെ തിരിച്ചു കൊണ്ടുവന്നത് മൊറാർജി ദേശായിയുടെ കാലത്താണ്. അപ്പോയിൻറ്റഡ് ദി മണ്ഡൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. 1979 മണ്ഡൽ കമ്മീഷനെ നിയമിച്ചു. പിന്നാക്കാരുടെ സംവരണം, പിന്നാക്ക വിഭാഗക്കാർക്ക് സാമൂഹ്യവും സാമ്പത്തികവും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സംവരണ പ്രശ്നം, അവരുടെ സംവരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത്. ഇതൊക്കെ തെറ്റിപ്പോരുത്. മണ്ഡൽ കമ്മീഷൻ 79 നിയമിച്ചു. 90 മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കിയത് VP സിംഗ് ആണ്. മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത് മൊറാർജി ദേശായി ആണ്. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഫ്രം ഔട്ട്സൈഡ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന് പുറത്ത് നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ആരാണ് പ്രൈം മിനിസ്റ്റർ ആയതാണ്. ഇതുവരെ പറഞ്ഞ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെയുള്ള എല്ലാവരും, ശാസ്ത്രി, എല്ലാവരും UP-കാരായിരുന്നു. പക്ഷേ UP വിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ ആദ്യമായിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ മൊറാർജി ദേശായി ആണ്. നോക്കാം, ബർത്ത്ഡേ സെലിബ്രേറ്റഡ് ഓൺലി വൺസ് എവറി 4 years. 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിക്കുന്ന ആളാണ്. അത് വളരെ കൗതുകരമായ കാര്യമാണ്. 4 വർഷത്തിലൊരിക്കലാണ് ഇദ്ദേഹത്തിന് ജന്മദിനം വരുന്നത്. അപ്പോൾ ജന്മദിനം എന്നായിരിക്കും? ഫെബ്രുവരി 29. ഓരോ 4 വർഷം കഴിയുമ്പോഴല്ലേ ഫെബ്രുവരി 29 ഉണ്ടാവുകയുള്ളൂ. അതിവർഷം ലീപ്പ് ഇയർ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒരു ലീപ്പ് ഇയറിൻ്റെ എന്നാണ്. അതായത് ശരിക്ക് ഫെബ്രുവരി 29 എല്ലാ വർഷവും വരില്ലല്ലോ. അപ്പം 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിക്കുന്ന ആളാണ് നമ്മുടെ മൊറാർജി ദേശായി. ഒൺലി പ്രൈം മിനിസ്റ്റർ ടു റിസീവ് ബോത്ത്
ഭാരതരത്ന 1991 ആൻഡ് നിഷാൻ ഇ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ പരമോന്നതമായ ഒരു പുരസ്കാരമാണ് നിഷാൻ ഇ പാകിസ്ഥാൻ. ഇത് രണ്ടും നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പരമോന്നത പുരസ്കാരമായ ഭാരതരത്നയും പാകിസ്ഥാൻ്റെ പരമോന്നത പുരസ്കാരമായ നിഷാൻ ഇ പാകിസ്ഥാനും നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായിയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതകഥ, ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. അടുത്ത് നോക്കൂ, ചരൺ സിംഗ് 79 മുതൽ 80 വരെ, വലിയ ദീർഘകാലമൊന്നും ഇല്ലായിരുന്നു. ഷോർട്ടസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഏറ്റവും കുറച്ചു കാലം, ഇന്ത്യയിൽ ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചത് ചരൺ സിംഗ് ആണ്. ദി പ്രൈം മിനിസ്റ്റർ ഹു നെവർ ഫേസ്ഡ് പാർലമെൻറ്റ്. നോക്കൂ, പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യേണ്ടി വന്നില്ല. അതിനിടയ്ക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. നമ്മൾ പറഞ്ഞതല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതില്ലേ, നീലം സഞ്ജീവ റെഡ്ഡി ഇദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് പ്രധാനമന്ത്രി ആകാൻ അവസരം കൊടുത്തു. പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒരു പാർലമെൻറ്റ് സമ്മേളനത്തെ പോലും അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുമുമ്പ് രാജിവെക്കേണ്ടി വന്നു, ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട്. ബർത്ത്ഡേ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസംബർ 23 ബർത്ത്ഡേ. അന്നത്തെ ആ വിശേഷം എന്താണ്? നാഷണൽ ഫാമേഴ്സ് ഡേ ആണ്, കിസാൻ ദിവസ്, ദേശീയ കർഷക ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഡിസംബർ 23 പരീക്ഷ ചോദിക്കും. കേരളത്തിലെ കർഷക ദിനം അറിയാമല്ലോ, ചിങ്ങം 1 എല്ലാവർക്കും അറിയാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായതുകൊണ്ട് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നിസാരമാണ്, പക്ഷേ ചോദിക്കാറുണ്ട് ചോദ്യം. ചൗധരി ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ് അറ്റ് ലക്നൗ. എവിടെയാണ് ചരൺ സിംഗിൻ്റെ പേരുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് ലക്നൗവിലാണ്, മറക്കരുത്. ഇനി മെമ്മോറിയൽ അല്ലെങ്കിൽ റെസ്റ്റിംഗ് പ്ലേസ് കിസാൻഘട്ട്, ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കിസാൻഘട്ട് എന്ന് ഓർത്തുകൊള്ളുക. ഇനി നോക്കൂ, ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൈം മിനിസ്റ്ററായ രാജീവ് ഗാന്ധി 1984 to 1989, യങ്ങസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, വളരെ പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ്. നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യൻ IT-യുടെ പിതാവ്, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവാണ് രാജീവ് ഗാന്ധി. സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ടു ബി അസാസിനേറ്റഡ് ആഫ്റ്റർ ഹോൾഡിംഗ് ദി പോസ്റ്റ്. ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ട രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ മദറാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. 84 ഒക്ടോബർ 31 സിഖുകാരുടെ വെടിയേറ്റ് മരണപ്പെട്ടുവെങ്കിൽ ഇദ്ദേഹം ശ്രീ പെരുമ്പഴൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഇലക്ഷൻ പ്രചരണത്തിന് ഇടയിൽ നമ്മുടെ LTT തീവ്രവാദികളുടെ വെടിയേറ്റ് മരണം അടയേണ്ടി വന്നു. സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ബി അസാസിനേറ്റഡ് ആഫ്റ്റർ ഹോൾഡിംഗ് പോസ്റ്റ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിത്ത് ഷോർട്ടസ്റ്റ് ലൈഫ് സ്പാൻ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിത്ത് ഷോർട്ടസ്റ്റ് ലൈഫ് സ്പാൻ. ജീവിതത്തിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർ ആകാൻ കഴിഞ്ഞു. ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ ഫസ്റ്റ് അസാസിനേറ്റഡ് ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവുമായിരുന്നു. അപ്പം പ്രതിപക്ഷ നേതാവായി ആയിരുന്ന ആൾ. അപ്പോൾ ഇന്ത്യയിൽ നോക്കൂ, കൊല ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ചോദിച്ചാൽ ഇദ്ദേഹം തന്നെയാണ്. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി 1984 നമ്മളെ ഇന്ത്യയിലെ നടന്ന വലിയൊരു ദുരന്തമാണ് യൂണിയൻ കാർബൈഡ് കമ്പനി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാതക ചോർച്ച, വലിയ ദുരന്തമാണ് ഉണ്ടായത്. ആ ഭോപ്പാൽ ട്രാജഡി, മധ്യപ്രദേശിലെ ഭോപ്പാൽ ട്രാജഡി നടന്നപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധിയാണ്. പാസ്ഡ് ആൻറ്റി ഡിഫെക്ഷൻ ലോ 85 52ാം ഭേദഗതിയിലൂടെ, സെക്കൻഡ് അമെൻമെൻറ്റ് ആക്റ്റിലൂടെ ആണ് 10th ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 10ാം ഷെഡ്യൂളിലാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയും രാജീവ് ഗാന്ധിയാണ്. റെഡ്യൂസ്ഡ് വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18 in 1989. 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്താണ് ഇന്ത്യൻ പൗരൻ്റെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ്. അപ്പം ഇന്ത്യൻ പൗരൻ്റെ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ്. ക്ലിയർ അല്ലേ?
നോക്കൂ, ഫേസ്ഡ് അലിഗേഷൻസ് ഇൻ ബൊഫോഴ്സ് സ്കാൻഡൽ. ബൊഫോഴ്സ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉള്ള അലിഗേഷൻ നേരിടേണ്ടി വന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ബൊഫോഴ്സ് വലിയ ഈ ആയുധം തോക്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ പേരിൽ വലിയൊരു അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൽ ആദ്യമായി തന്നെ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി തന്നെ രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ടു എൻക്വയർ ദി അലിഗേഷൻസ് അബൌട്ട് ബൊഫോഴ്സ് സ്കാൻഡൽ, ബൊഫോഴ്സ് അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ബൊഫോഴ്സ് അഴിമതി നേരിടേണ്ടി വന്ന പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയാണ്. അവാർഡഡ് ഭാരതരത്ന പോസ്തുമസ്ലി, അദ്ദേഹത്തിനും ഭാരതരത്ന ലഭിച്ചു. 1991 മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത്. നോക്കൂ, ഇനി അദ്ദേഹത്തിൻ്റെ ജന്മദിനവും അദ്ദേഹത്തിൻ്റെ അസാസിനേഷൻ ഡേയും ഒന്ന് നോക്കാം. ഓഗസ്റ്റ് 20 ബർത്ത്ഡേ, അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 20, നാഷണൽ സദ്ഭാവന ദിവസ്, ദേശീയ സദ്ഭാവനാ ദിനമായിട്ട് ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്, ദേശീയ സദ്ഭാവനാ ദിനം. എന്നാൽ മെയ് 21 അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയാണ്, ആൻറ്റി ടെററിസം ഡേ, ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം, നാഷണൽ സദ്ഭാവനാ ദിനം. അതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമുണ്ട്, കൺഫ്യൂസ്ഡ് ആകുന്നത്. നാഷണൽ സദ്ഭാവന, ദേശീയ സദ്ഭാവനാ ദിനം രാജീവ് ഗാന്ധിയുടെ ജന്മദിനം, വേറൊരാളുടെ ജന്മദിനം ദേശീയ സൽഭരണ ദിനം, ഗുഡ് ഗവേണൻസ് ഡേ, അത് ഡിസംബർ 25, ക്രിസ്മസ് ഓർമ്മിച്ചാൽ ഡിസംബർ 25 അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് ദേശീയ സൽഭരണ ദിനം എന്നറിയപ്പെടുന്നത്, ഗുഡ് ഗവേണൻസ് ഡേ. എന്നാൽ ദേശീയ സദ്ഭാവനാ ദിനം രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ചരമദിനമായി മെയ് 21 ആൻറ്റി ടെററിസം ഡേ എന്ന് പറഞ്ഞാൽ ഭീകരവിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നു. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ആൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആർ അറ്റ് ഹൈദരാബാദ്. രാജീവ് ഗാന്ധിയുടെ പേരിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് ആൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടും ഉണ്ട്. എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓർക്കണം. ക്ലിയറായോ? ഇനി ലോഞ്ച്ഡ് ജവഹർ റോസ്ഗാർ യോജന, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദി പ്രൈം മിനിസ്റ്റർ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ജവഹർ റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? എന്താണ് ഈ ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധിയാണ്. എന്താണ് ഈ ജവഹർ റോസ്ഗാർ? ഇതൊരു തൊഴിൽ പദ്ധതിയാണ്. ഇപ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് അതൊരു ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക്, തൊഴിൽരഹിതരായ ആൾക്കാർക്ക് 100 ദിവസം, വർഷത്തിൽ 90 മുതൽ 100 ദിവസം വരെ ജോലി തൊഴിലുറപ്പ് കൊടുക്കുന്ന പദ്ധതിയാണ് ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ജസ്റ്റിസ് VS വർമ്മ കമ്മിറ്റി, 2 കമ്മിറ്റികൾ ഇവിടെ ഓർക്കണേ. ഒന്ന് ജസ്റ്റിസ് VS വർമ്മ കമ്മിറ്റി, മറ്റൊന്ന് ജെയിൻ കമ്മിറ്റി. എന്താണ് ഈ കമ്മിറ്റികളുടെ ഉദ്ദേശം? ജസ്റ്റിസ് VS വർമ്മ കമ്മിറ്റി ഇൻക്വയർഡ് ഇൻ ടു ദി സെക്യൂരിറ്റി ലാപ്സസ് ലീഡിങ് ടു ഹിസ് അസാസിനേഷൻ. അതായത് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ മരണത്തിലേക്ക് നയിച്ച സെക്യൂരിറ്റി സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതെന്ന് ചോദിക്കാം. രാജീവ് ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ JS വർമ്മ കമ്മീഷൻ. എന്നാൽ രാജീവ് ഗാന്ധി അസാസിനേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് കണ്ടെത്താൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മീഷൻ ജെയിൻ കമ്മീഷനാണ്. ജെയിൻ കമ്മീഷൻ. മറ്റത് JS വർമ്മ കമ്മീഷൻ. JS വർമ്മ കമ്മീഷൻ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ വർമ്മയെ പല രീതിയിൽ പല പർപ്പസിന് വേണ്ടിയിട്ട് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് ചില മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ടതും വർമ്മ കമ്മീഷനാണ്. മറന്നുപോകരുത് കേട്ടോ. ചില മൗലിക കടമകൾ നിയമപരമായി നടപ്പാക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷനും വർമ്മ കമ്മീഷനാണ്. ഇവിടെ രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ലാപ്സസ്, അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മീഷൻ JS വർമ്മ കമ്മീഷൻ. ജെയിൻ കമ്മീഷൻ ഈ രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട്
കോൺസ്പെറൻസിയെക്കുറിച്ച്, ഗൂഢാലോചനയെക്കുറിച്ച് പഠിക്കാനായി നിയമിക്കപ്പെട്ടത്. നോക്കൂ, കിൽഡ് ഓൺ മെയ് 21. അതാണ് ആൻറ്റി ടെററിസം ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നതെന്ന് പറഞ്ഞു. 1991 മെയ് 21 അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. എവിടെയാണ്? പെരുമ്പഴുതൂർ, തമിഴ്നാട്ടിലെ പെരുമ്പഴുതൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിന്നപ്പോഴാണ് LTT കാർ, നമ്മുടെ തമിഴ് പുലികൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ ആക്രമണത്തിനിരയായി അദ്ദേഹം വളരെ ഛിന്നഭിന്നമായി, അദ്ദേഹത്തിൻ്റെ ശരീരം ഛിന്നഭിന്നമായി പോയി. ബെൽറ്റ് ബോംബിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും വേദനയോടുകൂടി ഓർക്കുന്ന സംഭവങ്ങളാണ്, അല്ലേ? ഇനി നോക്കൂ, 8ാമൻ ദാ വരുന്നു, VP സിംഗ്. 1988 മുതൽ 90 വരെ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു റിസൈൻ ആഫ്റ്റർ ലൂസിങ് നോൺ കോൺഫിഡൻസ് മോഷൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പാർലമെൻറ്റിൽ വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന ആദ്യ പ്രധാനമന്ത്രി ആര്? VP സിംഗ്, വിശ്വനാഥ് പ്രതാപ് സിംഗ്. പാർലമെൻറ്റിൽ വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന ആദ്യ പ്രധാനമന്ത്രി. ഇംപ്ലിമെൻറ്റഡ് ദി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രൊവൈഡിങ് റിസർവേഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. പിന്നാക്ക വിഭാഗക്കാർക്ക് മണ്ഡൽ കമ്മീഷൻ്റെ ശുപാർശ നടപ്പിലാക്കിയത്, പിന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം ശുപാർശ ചെയ്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ, മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത് മൊറാർജി ദേശായി ആണ്. ആ റിപ്പോർട്ട് നടപ്പിലാക്കിയത് VP സിംഗ് ആണ്. വലിയ വില കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്, വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. പോട്ട് ഏർലിയർ സെർവ്ഡ് ആസ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയത്. അത്രയേ ഉള്ളൂ, വേറെ ഓർക്കാനൊന്നും ഇവിടെ ഇല്ല. നോക്കൂ, ഒരാളെക്കുറിച്ച് കൂടി നമുക്കിവിടെ പഠിക്കാൻ. ചന്ദ്രശേഖർ 90 മുതൽ 91 വരെ ബിക്കെയിം പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ VP സിംഗ്. VP സിംഗിന് ശേഷം പ്രധാനമന്ത്രി ആളാരാണ്? ചന്ദ്രശേഖറാണ്. ഇനി നോക്കൂ, അദ്ദേഹം വിളിക്കപ്പെടുന്നൊരു പേരുണ്ട്, യങ് തുർക്ക്, യുവ തുർക്കി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെടുന്നത് ആര്? അദ്ദേഹമാണ് ചന്ദ്രശേഖർ. ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെൻറ്റേറിയൻ അവാർഡ് 1995. അതായത് ഏറ്റവും നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെൻറ്റേറിയൻ അവാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ എന്ന അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തിയാണ്. പിന്നെ ഒരുപാട് പേർക്ക് അതിനുശേഷം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ എന്ന അവാർഡ് ആദ്യമായി ലഭിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രശേഖറാണ്. 1995 അപ്പോൾ സുഹൃത്തുക്കളെ, 9 പ്രധാനമന്ത്രിമാരെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി പ്രധാനമന്ത്രിമാർ വളരെ പ്രധാനപ്പെട്ട ആളുകൾ കിടക്കുകയാണ്. അടൽ ബിഹാരി വാജ്പേയി, മൻമോഹൻ സിംഗ്, നമ്മുടെ നരേന്ദ്രമോദി, അങ്ങനെ ഒരുപാട് പേരെക്കുറിച്ച് ഇനിയും പഠിക്കാൻ കിടപ്പുണ്ട്. ഒരു ക്ലാസ് കൂടി എടുക്കുമ്പോൾ നമ്മുടെ ഈ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ടോപ്പിക് അവസാനിക്കും. ആ ക്ലാസ്സിൽ ഇനി പഠിക്കാനുള്ള പ്രധാനമന്ത്രിമാരെക്കുറിച്ച് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കൂടി അതിനകത്ത് വരും. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, അതായത് ഉപപ്രധാനമന്ത്രി എന്ന ഒരു കുഞ്ഞു ടോപ്പിക്ക് കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുത്തു പോകാം. അപ്പോൾ ഇതുവരെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. പിന്നെ നമുക്കിതിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും പതിപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വളരെ വ്യക്തമായി തന്നെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുകൾ ഉൾക്കൊള്ളണം, നന്നായി പഠിക്കണം. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.